അത്യാവശ്യം തണുപ്പുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം കിട്ടത്തില്ല. നമ്മൾ മൂക്കി കൂടെ എടുക്കുന്ന വായി കൂടെ എടുക്കുന്നതിന് കുറച്ച് നേരം നടക്കുമ്പോഴത്തേനും കിതയ്ക്കാൻ തുടങ്ങും. പിന്നെ മത്തി ഞങ്ങൾ തേടി നടക്കുമായിരുന്നു. അപ്പോൾ മത്തി കിട്ടി. മത്തിക്ക് 4.79. പിന്നെ ആണെങ്കിൽ അവിടെ പൈസ ആയിട്ട് മേടിക്കത്തില്ലേ? പൈസ ആയിട്ട് മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് സാധനം മേടിക്കാം. അപ്പോൾ നമുക്ക് പോയി സാധനം മേടിക്കാം. ഞങ്ങൾ ഇടലിലെത്തി. ഇനി കുപ്പി പെറുക്കി വിറ്റിട്ട് വേണം സാധനം മേടിക്കാൻ. പൊട്ടത്തെറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. അതായത് ഞാൻ എഴുതിയ ഡെഫിനിഷൻ മാറിപ്പോയി. അവർക്ക് ശരിക്കും ജർമ്മൻ അറിയത്തില്ല. ഞങ്ങളാണെങ്കിൽ പറയുമ്പോൾ ഉണ്ടും ഓർഡറൊക്കെ കയറി വരുന്നുണ്ട് ഹിന്ദി പറയുമ്പോഴും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. പെട്ടെന്നൊരു ഇൻ്റർവ്യൂ എടുക്കുക. ഇപ്പോൾ ഞങ്ങൾ ജർമ്മനി വന്നിട്ട് ആദ്യത്തെ എക്സാമാണ്. അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. എല്ലാം പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നതെന്നുള്ളതിൻ്റെ ഒരു ടെൻഷനുണ്ട്. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ അല്ലാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടാണോ വരുന്നതെന്ന് അറിയത്തില്ല. ഇങ്ങനെയുള്ള എക്സാം കഴിഞ്ഞിട്ട് പറയാം. പിന്നെ ഞങ്ങളിവിടെ ഫ്രൂട്ട് സ്റ്റോക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആസ് യൂഷ്വൽ ബ്രെഡ് ഓംലേറ്റ്. ഓക്കെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഷൂളയിലേക്ക് പോവുകയാണ്. കുറച്ച് ലേറ്റായി. ഇത് വീണ്ടും പോവാണ്. കുറച്ച് ലേറ്റായി. ഓക്കെ ഫ്ലോർ മാറി ഇറങ്ങി. അവിടെ നിന്ന് വെല്ലുമിച്ച് കയറാനുണ്ടായിരുന്നു. ഫ്ലോർ മാറി ഇറങ്ങി. ഇനി ഇപ്പോൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി പോവാ. അപ്പോൾ രാവിലെ തന്നെ മഞ്ഞാണോ മഴയാണോന്നല്ല, ഇതിൽ നല്ലോണം പൊഴിയുന്നുണ്ട്. നല്ലോണം നനയാൻ പാകത്തിന് പൊഴിയുന്നുണ്ട്. അപ്പോൾ കുട പറഞ്ഞ പുതിയത് മേടിച്ചല്ലേ, ഇനിയിപ്പോൾ കുടയൊക്കെ ചൂടി പോവാം. പിന്നെ ഇപ്പോൾ അറിഞ്ഞു കാണുമല്ലോ എല്ലാവരും തന്നെ, 1 മണിക്കൂർ യൂറോപ്യൻ കൺട്രീസിലെല്ലാം 1 മണിക്കൂർ പുറകോട്ടാക്കിയിട്ടുണ്ട്. അതായത് ഡേ ലൈറ്റ് കൂടുതൽ കിട്ടാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും 8 മണി, ശരിക്കും 9 മണി കഴിഞ്ഞു അല്ലാണ്ട് സമയത്താണെങ്കിൽ. പക്ഷേ ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് 1 മണിക്കൂർ പുറകോട്ടാക്കി. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇന്നലെ ഞങ്ങൾ 2 ഇന്ത്യൻസിനെ കണ്ടു ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ. അവർ പറഞ്ഞു വെച്ചാണെങ്കിൽ ഇതേ 125 നോക്കി ഡ്യൂക്ക് 125. നമ്മുടെ അവിടുത്തെ 390 വല്ലിരിക്കണം. ഞാൻ പറയാൻ വന്നത്, അവരെ കണ്ടു. അപ്പോൾ അവരാണ് പറഞ്ഞത് ശരിക്കും ഇവിടെ കുറേ ഇന്ത്യൻസ് ഉണ്ടെന്ന്. അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ ജോലി ചെയ്യുന്നവരാണ് അവർ. ഉത്തരാഖണ്ഡുകാരായിരുന്നു. അവർക്ക് ശരിക്കും ജർമ്മൻ അറിയത്തില്ല. ഞങ്ങളാണെങ്കിൽ പറയുമ്പോൾ ഉണ്ടും ഓർഡറൊക്കെ കയറി വരുന്നുണ്ട് ഹിന്ദി പറയുമ്പോഴും. പക്ഷെ അവർക്ക് ഇംഗ്ലീഷും അറിയില്ല, ജർമ്മനും അറിയില്ല എന്ന് പറഞ്ഞു. കറക്റ്റാണോ എന്ന് അറിയത്തില്ല. അങ്ങനെയാണ് പറഞ്ഞത്. അതായത് അവർക്ക് മറ്റേ കിച്ചണിൽ ഷെഫായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതായത് പുറത്തോട്ടുള്ളവരായിട്ട് അങ്ങനെ വേറെ കോൺടാക്റ്റ് വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഓണറും ഇന്ത്യക്കാരൻ തന്നെയാണെന്നാണ് പറഞ്ഞത്, പഞ്ചാബുകാരനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് 2 ഇന്ത്യക്കാരെ കാണുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ ഒത്തിരി ഇന്ത്യൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്, അതായത് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളിതുവരെ ആരും കണ്ടില്ല. ഇന്നലെയാണ് 2 പേര്, ആദ്യം കഴിഞ്ഞ് 2 പേരോടെ വന്നു. അത് അതിൻ്റെ അപ്പുറത്തെ കടയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. ഇപ്പോൾ 4 പേരെ കണ്ടു ഇന്നലെ. ഞങ്ങൾ ഷൂളിലേക്ക് എത്താറായി. മഴ പൊടിയുന്നുണ്ട്. മഴയാണോ മഞ്ഞാണോ? അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു, രാവിലെ കഴിഞ്ഞു. ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള പീരീഡാണ്. ഇപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അതായത് കുറേയൊന്നും മനസ്സിലായില്ല. അതായത് കറങ്ങി തിരിക്കുന്ന ചോദ്യങ്ങളൊന്നും മനസ്സിലായില്ല. പക്ഷേ മറ്റേത് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് അറിയാവുന്ന കുറേ ഉണ്ടായിരുന്നു. അറിയാവുന്ന കുറേ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ അകത്ത് ഒരു പൊട്ടത്തെറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. അതായത് ഞാൻ എഴുതിയ ഡെഫിനിഷൻ മാറിപ്പോയി. എക്സാമ്പിളും സംഭവങ്ങളെല്ലാം കറക്റ്റാണ്, പക്ഷേ ഡെഫിനിഷൻ മാറിപ്പോയി. ഇപ്പോൾ അത് ഓർത്തിട്ട് എന്താ പറയുക, അതായത് അറിയാവുന്ന തെറ്റിച്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു മാതിരി ഇതാണല്ലോ. അതിൻ്റെ ഒരു ഇതുണ്ട്. കുഴപ്പമില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. റിസൾട്ട് എന്നാ വരുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നോക്കാം. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത്, അതായത് ഉച്ച കഴിഞ്ഞുള്ള മിസ്സ് കുറച്ച് താമസിച്ചേ എടുത്തുള്ളൂ. അതായത് ആ പുള്ളിക്കാരി അങ്ങനെയാണ്, എല്ലാ ദിവസവും അതേ കറക്റ്റ് സമയത്തേ എടുത്തുള്ളൂ. പക്ഷേ ഇന്ന് ഇച്ചിരി നേരത്തെ വിട്ടു, 3:15 വിട്ടു. അപ്പോൾ ഇനി എന്നെ മേടിക്കുള്ള പൈസ മേടിക്കണ്ടല്ലേ? ഇന്ന് മേടിക്കുന്നില്ല, തെറ്റില്ല, കയറ്റില്ല പൈസ. ഞാൻ പൈസ കയറ്റി പൈസ എത്രയായിരുന്നു? 10 യൂറോ, 20 GB 1 മാസത്തേക്ക്. അൺലിമിറ്റഡ് കോൾ ജർമ്മനിയിലും SMS-ഉം അൺലിമിറ്റഡ്. ഇന്റർനാഷണൽ ഉള്ളത് 100 മിനിറ്റ് ഇന്റർനാഷണൽ വിളിക്കുക. അത് 50 രാജ്യമുള്ളൂ. അത് ഏതൊക്കെ രാജ്യമുണ്ടെന്ന്, ഇന്ത്യ ഉണ്ട് അതിൽ, പക്ഷെ വേറെ ഏതൊക്കെ രാജ്യമുള്ളതെന്ന് എനിക്കറിയത്തില്ല. അപ്പം അത്രേ ഉള്ളൂ. വലിയ കുഴപ്പമില്ല. ഇവിടത്തെ ലാഭമാണ്. ശരി, 10 യൂറോയ്ക്ക് 20 GB എന്ന് പറയുന്നത് ലാഭം. കാരണം എല്ലായിടത്തും തന്നെ വൈഫൈ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് നെറ്റിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഇപ്പോൾ കുറച്ച് തണുപ്പുണ്ട്, രാവിലത്തെ കാലം തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയണമെന്ന് ഓർത്താൽ മറന്നുപോയല്ലോ ഗൈസ്. പിന്നെ തണുപ്പ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്ന കാര്യമാണ്. അതാരും പേടിക്കേണ്ട കാര്യമില്ല ശരിക്കും. അതായത് മൂക്കിൽ നിന്ന്
ചോര വരും, പിന്നെ ശ്വാസം കിട്ടാതെ വരും, മേലുവേദന, അതായത് ജോയിൻസിനൊക്കെ വേദന, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് തണുപ്പിൻ്റെയാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാം അത് അനുഭവിക്കുന്നുണ്ട്. എനിക്ക് രാവിലെ ആണെങ്കിൽ അത്യാവശ്യം തണുപ്പുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം കിട്ടത്തില്ല. നമ്മൾ മൂക്കിൽ കൂടെ എടുക്കണ വായിൽ കൂടെ എടുക്കുന്നതിന് കുറച്ച് നേരം നടക്കുമ്പോഴത്തേനും കിതയ്ക്കാൻ തുടങ്ങും. പിന്നെ നെഞ്ചുവേദന ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. സ്വാഭാവികമായിട്ട് അത് വരുന്നതാണ്. എനിക്ക് വിൻ്ററിൽ എല്ലാവർക്കും വരുന്നതാണ്. നിങ്ങൾ റീൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും അതിനെപ്പറ്റി. ഇനി ബാനോഫ് എത്താറായി. ഇനി അവിടെ എത്തിയിട്ട് ഞങ്ങൾ ട്രെയിൻ പോകുന്നു. 33 ട്രെയിനായിരുന്നു, അത് പോയി. ഇനി 53 ട്രെയിനുണ്ട്, അതിന് വേണം പോകാൻ. ഇനി 20 മിനിറ്റ് കൂടി ഇരിക്കണം. നല്ല തണുപ്പുണ്ട്. രാവിലെ തണുപ്പില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല തണുത്ത കാറ്റടിക്കുന്നത്. 8 ഡിഗ്രി ഉണ്ട്, പക്ഷേ തണുത്ത കാറ്റടിക്കുന്നത്. അതുകൊണ്ട് നല്ലോണം മരയ്ക്കുന്നുണ്ട് കൈയൊക്കെ. ട്രെയിനേ കയറി അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. മീൻകറി ഉണ്ടാക്കാനായിട്ട് മീൻകറി ബട്ടർ നാശമൊന്നുമില്ല. പിന്നെ രാവിലെ എടുത്തിട്ട് ബട്ടർ മിച്ചം ഉണ്ടായിരുന്നു, അപ്പോൾ കിട്ടുന്നത് ഇതാണ് ഇവിടുത്തെ മീൻകറി. ഇതിൻ്റെ അകത്തേക്ക് ഉടഞ്ഞു വരിക, എന്നിട്ട് ഇത് കുത്തിക്കിട്ടാൽ മതി. അത്രേ ഉള്ളൂ. പിന്നെ ചപ്പാത്തി കൂട്ടി കൊടുത്താൽ കഴിച്ചപ്പോൾ നമ്മൾ ഒരാൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് കാണുന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ അവരോട് പറയണം ഗുഡ് അപ്പറ്റൈറ്റ് എന്ന് പറയണം. അതായത് അവർ നമ്മൾ വിഷ് ചെയ്യുവാണ്. അപ്പോൾ അവർ താങ്കിയോ എന്തെങ്കിലും പറയും. അപ്പോൾ ഞങ്ങളതൊക്കെ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് അറിയത്തില്ല. പക്ഷേ ഇവരെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇതിങ്ങനെ പറയുമ്പോൾ എന്താ സംഭവം എന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലുള്ളവരോട് ചോദിച്ചു. അന്നേരമാണ് അവർ പറഞ്ഞ് മനസ്സിലാക്കിയത് ഗുഡ് അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ അവർ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇതിൽ വിഷ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ഒരാൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ പറയുകയാണെങ്കിൽ അത് ഒരു നല്ലൊരു കാര്യമാണ്. സമയം 5:15 ആയതുള്ളൂ. ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഒരു 6:45 ഓർത്തുകൊണ്ടാണ്, പക്ഷേ 5:15 ആയുള്ളൂ. ഇവിടെ ഇരുട്ടി. 5:15 എന്ന് പറയുമ്പോൾ ശരിക്കും 6:15 ആയി, പക്ഷേ സമയം വെച്ച് നോക്കുമ്പോൾ 5:15 ആയുള്ളൂ. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പെപ്സി കുടിക്കാനൊരു മോഹം. അപ്പോൾ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോഴാണ് കുപ്പിയുടെ കാര്യം ഓർത്തത്. അപ്പോൾ ഞങ്ങളിത് ഇത്രയും കുപ്പിയുണ്ട്, കുറേ ഉണ്ട്. എനിക്ക് ഇത്രയും കുപ്പിയുണ്ട്, ഏകദേശം ഒരു 10-25 കുപ്പിയുണ്ട്. അത് ഇവിടുന്ന് വന്നതും, അതായത് ഇവർ ഞങ്ങൾ വന്നപ്പോൾ ഫാൻ്റെയൊക്കെ മേടിച്ച് തന്നായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് മറ്റേ കോഫിയുടെ സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തതും അതൊക്കെ ആയിട്ട് കുറേ ആക്കറി മാക്കറി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് വിറ്റിട്ട് എന്നായാലും ഒരു 3-4 പെപ്സി അല്ലല്ലേ, അതിൽ കൂടുതൽ മേടിക്കാൻ പറ്റൂലേ? അതിൽ കൂടുതൽ പെപ്സി മേടിക്കാനുള്ള സാധനമുണ്ട്. അപ്പോൾ ഇത് വിൽക്കുകയും ചെയ്യാം, കാശ് മുടക്കാതെ പെപ്സിയും കിട്ടും. ഇത് ഓൾറെഡി ഞങ്ങൾ പൈസ കൊടുത്തേക്കണതാണ്. 25 രൂപ പീഫാൻറ്റ് 25 സെൻറ്റ് പീഫാൻറ്റ് കൊടുത്തിട്ടാണ് ഞങ്ങളിത്, അതായത് 25 സെൻറ്റ് പീഫാൻറ്റ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ശരിക്കും ഇത് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ആ പൈസ തിരിച്ചു കിട്ടും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കുറേ ഉണ്ട്. കുപ്പി വിറ്റ് പെപ്സി മേടിക്കാൻ പോകുന്നു. 5:38. പുറത്ത് മൊത്തം ഇരുട്ടായി. വണ്ടിയെല്ലാം ഹെഡ്ലൈറ്റ് ഇട്ട് പോകുന്നു. ആകാശം മൂടിക്കിടക്കുന്നു. 5:38 എന്ന് പറഞ്ഞാൽ ശരിക്കും 6:38 പക്ഷേ 5:38, അതായത് സമയം 1 മണിക്കൂർ ഇങ്ങനെ അയക്കാറുണ്ട്. 5:38. ഓക്കെ. ശരിക്കും ഇത്ര ഇരുട്ടായിട്ട് ഇതിൽ വന്നിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്ര ഇരുട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും സമയം 6 മണി ആവുന്നേ ഉള്ളൂ, പക്ഷേ 7 മണി ആവാറായി. ഈ ലൈറ്റൊന്നും ഇതുവരെ തെളിഞ്ഞ് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് തെളിഞ്ഞ് കാണുന്നത്. ഈ വഴിയാണ് പോകണ്ടേ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ ചുറ്റിനും. ഈ പള്ളിയുടെ അതിൻ്റെ മുകളിൽ എന്തോ തെളിഞ്ഞിട്ടുള്ളൂ. സമയമാണോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇടലിലെത്തി. ഇനി കുപ്പി പെറുക്കി വിറ്റിട്ട് വേണം സാധനം മേടിക്കാൻ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വണ്ടി എടുക്കണോ? വേണ്ടല്ലേ? എന്നാൽ വണ്ടി വേണ്ട കേസ്. എന്നാൽ 2 കുപ്പി ഇത് മേടിക്കാനായിട്ട് എന്തിനാണ് വണ്ടി? പിന്നെ ഞാൻ കുപ്പി ഇടുന്ന എങ്ങനെയൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഉണ്ട്. ഇതാണ് കുപ്പിയിടുന്ന മെഷീൻ. ഇതിൻ്റെ അകത്ത് ഇത്രയും ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. സൗണ്ട് കുപ്പി എടുക്കുക, ഓരോന്നായിട്ട് എടുത്തിടുക. അത് പോകത്തില്ല.
അപ്പോൾ ഈ പെപ്സിയുടെ ഒരു കുപ്പി കണ്ടോ, 25 സെൻറ്റ് ഇവിടെ കാണിച്ചു, അടുത്ത് ഇട്ടു, 50 സെൻറ്റായി. ഇപ്പോൾ ടോട്ടൽ എത്രയാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പെറുക്കി എന്നാണ് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പോകും. €2.75 പൈസ. അപ്പോൾ ഞങ്ങൾ €4.25 കുപ്പി വിറ്റു കഴിഞ്ഞു. ഓക്കെ, പ്ലസ് റീസൈക്കിൾ. പിന്നെ ഇവിടെ നമുക്ക് ഇതിലൊരു പ്രിൻ്റ് വരും, കണ്ടില്ലേ? ഇത് നമുക്ക് ഒന്നെങ്കിൽ അവിടെ പൈസ ആയിട്ട് മേടിക്കത്തില്ലേ, പൈസ ആയിട്ട് മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് സാധനം മേടിക്കാം. അപ്പോൾ നമുക്ക് പോയി സാധനം മേടിക്കാം. പൈസ അപ്പോൾ സാധനങ്ങൾ മേടിച്ചു, ടോട്ടൽ റാപ്പ് മേടിച്ചു, 2 കുപ്പി പെപ്സി മേടിച്ചു, ഒരു പഴം മേടിച്ചു. അത്രയും മേടിച്ചുള്ളൂ. ഇവിടുത്തെ മീൻ സെക്ഷൻ. ചെമ്മീൻ 4.29, 220 ഗ്രാമിന്. പിന്നെ എന്തൊക്കെയാണ് മീനൊക്കെ ഉണ്ട്, എന്താ കല്ലുമക്കായ ഉണ്ട്, എത്ര 2.29, അല്ലാതെ 99. എന്തൊക്കെയൊക്കെയോ മീനുകളുണ്ട്, എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. മത്തി ഞങ്ങൾ തേടി നടക്കുമായിരുന്നു. അപ്പോൾ മത്തി കിട്ടി. മത്തിക്ക് 4.79. പിന്നെ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഇത് അടുത്ത ദിവസം മേടിക്കാം. ചിക്കൻ ഓൾറെഡി ഇരിപ്പുണ്ട്. പിന്നെ ഇതിനകത്തിന് വരുന്ന നീരാളിയാണോ, അത് നീരാളിയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയുണ്ട് ഇത്? മറ്റേ ഷെല്ലുള്ള സാധനം എന്നാ പറയുന്നത്, കക്കയാണ്. കക്കയല്ലല്ലോ അത്, കക്ക പോലത്തെ ഒരു സാധനം. അങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് അറിയത്തില്ല. മത്തി കിട്ടി. ഇനിയിപ്പോൾ അടുത്ത ദിവസം മത്തി മേടിക്കണം. മത്തി മേടിച്ച് ഫ്രൈ ചെയ്ത് തിന്നണം. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ, എന്തൊക്കെയോ ഉണ്ട്. പിസയൊക്കെ ഉണ്ട്. മിക്കമാണ് ഇതാണ് സാധനങ്ങൾ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കല്ലാണ്, മുന്തിരിക്കല്ല്. എത്ര 2.79 തോന്നുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിക്കുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളൊന്ന് വന്ന് നോക്കിയതാണ് എത്ര റേറ്റ് ഉണ്ടെന്നൊക്കെ. ജാക്കറ്റൊക്കെ ഉണ്ട്, 24 €25. ഇതൊക്കെ ലേഡീസ് ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. ബാഗൊക്കെ ഉണ്ട്, ബാഗല്ല പാൻ്റൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഐറ്റംസ് ഒന്നും ഇല്ലേ ഇവിടെ? പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ജെൻസിനുണ്ടോ? ഇവിടെ ഉണ്ട് ഗൈസ്, നോക്കാം. ഇവിടെ ട്രയൽ റൂമൊക്കെ ഉണ്ട്. ഇത് 3.5 ഇത് ആണുങ്ങളുടെയാണോ പെണ്ണുങ്ങളുടെയാണോ എന്ന് പോലും തിരിച്ചറിയത്തില്ല. ഇത് പെണ്ണുങ്ങളുടെയാണെന്ന് തോന്നുന്നു. ഇത് പെണ്ണുങ്ങളുടെ സെക്ഷനാണ്. ബാഗൊക്കെ ഉണ്ട്. അവിടെ ആരും എന്തോ അടിച്ചുകൊണ്ട് പോയി. ഷർട്ട് കിട്ടി, 7.99. ഇത് കുഴപ്പമില്ലല്ലോ. ഇത് ഫുൾ സ്ലീവ് ടീഷർട്ട്. ഇതൊക്കെ ഇടുവാണെങ്കിൽ എനിക്ക് പാൻറ് ഇടണ്ട. നോക്കാൻ വന്നപ്പോഴാണ് ഞങ്ങൾ അപ്പുറേന്ന് കടയിൽ നിന്ന് എല്ലാം മേടിച്ച സാധനങ്ങൾ ഇവിടെ പകുതി വിലക്കൊക്കെ ഉണ്ട്. ഇത് കിക്കാണ് ശരിക്കും. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ കയറാം, ചുമ്മാ കയറും, എന്തായാലും വന്നതല്ലേ കയറി നോക്കാൻ ഓർത്ത് വന്നതാണ്. ഈ ടിഫിൻ ബോക്സ് ഇതിൻ്റെയൊക്കെ ഞങ്ങൾ ഇതിൻ്റെ പകുതിയുള്ള ടിഫിൻ ബോക്സ് മേടിച്ചതിന് €4 സംതിങ് ആയി. പക്ഷേ ഈ ടിഫിൻ ബോക്സിന് €3.99 ഉള്ളൂ. കുറേ പൈസ അങ്ങനെ പോയി. ഇപ്പോഴാണ് ഓരോന്ന് കണ്ടുപിടിച്ച് വരുന്നത്. അപ്പുറം ഹാങ്ങറിന് €4 സംതിങ് ആയിരുന്നു, ഇവിടെ €1 ഉള്ളൂ. അന്നേരം അവിടെ 10 ഉണ്ടായിരുന്നു, ഇവിടെ 8 ഉണ്ടായിരുന്നു. അവിടുത്തെ ഈ സ്റ്റീലിൻ്റെ ഇരുമ്പിൻ്റെ എങ്ങാണ്ടാണ്, ഇവിടുത്തെ പ്ലാസ്റ്റിക്കിൻ്റെ. അത്രയും വ്യത്യാസമുണ്ട്. പ്ലാസ്റ്റിക് മതി ശരിക്കും, കുഴപ്പമില്ല. ക്രിസ്മസിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. ക്രിസ്മസ് വരാറായല്ലോ, ഒരു മാസം കൂടെ കഴിഞ്ഞ ക്രിസ്മസ്. 1.5-2 മാസം അടുത്തുണ്ട്. അത് കഴിഞ്ഞ ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ കുറേ അതെ വീടൊക്കെ ഉണ്ട്, കൊള്ളാം. ഇവിടെ ഹോട്ട് വീൽസ് ഉണ്ട്. ഞാൻ വലിയ ഹോട്ട് വീൽ ഫാൻ അല്ല, എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. എങ്ങനെയാണ് ഇതിൻ്റെ എന്തൊക്കെയോ സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലോ. കുറേ ഉണ്ട്, കുറേ വണ്ടികളുണ്ട്. താഴെപ്പയന് കുറേ വണ്ടികളുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇത്രയും ഒരെണ്ണത്തിന് 1.49, 5 എണ്ണത്തിന് 7.99. അതൊരു €800, 810 വരും. ഇതൊരു 150, 160 വരും ഒരെണ്ണത്തിന്. 5 എണ്ണം മേടിക്കാനാണ് ലാഭം. ഇത് കൊള്ളാലോ, കുറേ ഉണ്ട്. ഇതായിരിക്കും 5 ഇതാണെന്ന് തോന്നുന്നു, 5 എണ്ണത്തിൻ്റെ സെറ്റ്. കൊള്ളാം. സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, കുറച്ച് സാധനങ്ങൾ മേടിച്ചു. എന്തൊക്കെയോ ശരിക്കും പെപ്സി മേടിക്കാൻ പോയതാണ്, പക്ഷേ കുറേ എന്തൊക്കെയോ മേടിച്ചു. ഇപ്പോൾ സമയം നോക്കണേ പാടാണല്ലോ. സമയം 6:45.
അരവക്കലായപ്പോൾ കൂരാക്കൂരിട്ടായി ഇരുട്ടായി. വണ്ടികളുടെ എണ്ണം കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചീസ്.